ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. ബബയുടെ ആദ്യ പ്രദർശനം അവസാനിച്ചിരിക്കുകയാണ്. നിങ്ങളൊരു മാസ് മസാല എൻ്റർടൈനർ കാണാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളൊരു തട്ടുപൊളിപ്പൻ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾക്ക് അടിച്ചു പൊളി വെറുതെ ഇരുന്നൊരു സിനിമ കാണാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തോളൂ. അമ്മാതിരി ഗംഭീര തൂക്ക് സിനിമയാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ഒരു കാര്യം പറയാം, നിങ്ങൾ ലോജിക്ക് നോക്കി കഥ നോക്കി അതിങ്ങനെ നടക്കുമോ ഇതങ്ങനെ നടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേറെ സിനിമയ്ക്ക് പോകാം. ഇത്ര തന്നെയാണ് ഈ സിനിമയുടെ ആദ്യ അഭിപ്രായം എന്ന് തന്നെ പറയാം. ഇനി നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം. നല്ല ഒരു ഫസ്റ്റ് ഹാഫിലൂടെ തുടങ്ങി, അതായത് നല്ല ലെവലിൽ ഒരു ഫ്ലോയിലൂടെ ഒരു സിനിമ അങ്ങ് കൊണ്ടുപോവുകയാണ്. ഇതുവരെ ദിലീപിനെ കുറേ കാലങ്ങളായിട്ട് കാണാത്ത ലെവലിലുള്ള ഒരു പക്ക എനർജറ്റിക് ദിലീപിനെ നമുക്ക് കാണാൻ കഴിയുന്നു. അക്ഷരാർത്ഥത്തിൽ ആ ഒരു നല്ല ലെവലിൽ ഒരുപാട് താരങ്ങൾ നിരന്നുകൊണ്ട്, സമീപകാലത്തൊന്നും മലയാളത്തിൽ ഇത്ര താരങ്ങൾ വന്ന സിനിമ ഇല്ല എന്ന് തന്നെ പറയാം. ഒരുപക്ഷെ വേണമെങ്കിൽ എമ്പുരാൻ പറയാം. എന്നാൽ എമ്പുരാനേക്കാൾ കൂടുതൽ താരങ്ങൾ അണിനിരക്കുന്ന ചിത്രമായിരിക്കുന്നു. ഇതിൽ പോസിറ്റീവ് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് ഒരു ലാഗുമില്ലാതെ കൊണ്ടുപോയി, നല്ല ലെവലിൽ ഒരു ഫ്ലോ ആയിട്ട് കൊണ്ടുപോയി എന്ന് പറയാം. അതേപോലെ സെക്കൻഡ് ഹാഫിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴും സിനിമ നല്ല ഫ്ലോയിലൂടെ തന്നെ പോകുന്നു. ആദ്യ പകുതിയേക്കാൾ കൂടുതൽ ദൈർഘ്യമുണ്ടായിട്ടും സിനിമ ഒരിടത്ത് പോലും നമ്മളെ ബോറടിപ്പിക്കാതെ കൊണ്ടുപോകുന്നു എന്നുള്ളത് തന്നെയാണ് മറ്റൊരു ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലാലേട്ട നിങ്ങൾ തിയേറ്റർ തീ പിടിപ്പിച്ചല്ലോ, ഇതാണ് മനുഷ്യ ഒരു രക്ഷയുമില്ലാത്ത താരമെന്ന് തന്നെ പറയാവുന്നത്. ഇയാൾക്ക് മുകളിൽ നിൽക്കാൻ ആരുമില്ല. ഇയാൾ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ തട്ടത്തിൻ മറയത്തിൽ പറയുന്ന പോലെ വേറെ ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റില്ല. അതാണ് തിയേറ്ററിലും നമ്മൾ കാണാൻ കഴിഞ്ഞത്. അഭ്രപാളികൾ അമ്മാതിരി കൊടൂര തൂക്ക് വന്ന് നിന്ന് പൊളിച്ചടുക്കി കൊണ്ടുപോകുന്ന, അതായത് റിയലി മോഹൻലാൽ സ്റ്റീൽ ദ ഷോ എന്ന് തന്നെയാണ് ഇതിനെ പറയാനുള്ളത്. ഗംഭീരമായിട്ടുള്ള ട്വിസ്റ്റുകളും രസകരമായ കാര്യങ്ങളും ചെറിയ ലോജിക്കില്ല എന്ന് പറഞ്ഞാലും ലോജിക്കുള്ള കാര്യങ്ങളും എല്ലാം പോകുന്നുണ്ട്. കോമഡി വർക്കൗട്ടായിട്ടുണ്ട് നല്ല ലെവലിൽ. എന്ന് വെച്ചാൽ പഴയ ടൈപ്പിലെ കോമഡി ഒന്നും ആരും ചിന്തിച്ച് പോകേണ്ട. ഇക്കാലത്തെ ക്ലിക്കാവുന്ന കോമഡികൾ തന്നെയുള്ള സ്ലാപ്സ്റ്റിക് കോമഡികൾ തന്നെയാണ് കൂടുതലും വരുന്നത്. എന്താണെങ്കിലും ഒരു മോശമായിട്ടുള്ള ഒരു കാര്യമെന്ന് തോന്നിയിട്ടുള്ള BGM അത്ര ഗംഭീരമായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. സോങ്ങും ആർമാദിക്കാൻ കഴിയുന്ന ഒരു സോങ്ങും, നമ്മൾ ആദ്യം വന്നപ്പോൾ തന്നെ നെഗറ്റീവ് അടിച്ച സോങ് ആണെങ്കിൽ പോലും തിയേറ്ററിൽ ഒന്ന് തുള്ളാനുള്ള സംഭവം ഉണ്ടാക്കുന്ന സോങ് എന്ന് തന്നെ പറയാം. എന്താണെങ്കിലും ഓവറോൾ സിനിമ ഒരു പൊളിപ്പടം എന്ന് തന്നെ പറയാം. വേറെ ഒന്നും നോക്കണ്ട, അടിച്ച് എൻജോയ് ചെയ്യാനുള്ള മൂഡിൽ പോകുന്നവർക്കാണെങ്കിൽ ഒരു കിണ്ണം കാച്ചിയ പടം എന്ന് തന്നെ പറയാം. ഇതേ മോഡലുള്ള ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട്, പക്ഷേ ഇവർ രണ്ടുപേരും കൂടെ അണിനിരക്കുമ്പോൾ ഗംഭീരമാണ്. അപ്പോൾ തമിഴിലെ ആ താരം ആരെന്നറിയണമെങ്കിൽ ടിക്കറ്റ് എടുത്ത് സിനിമ കണ്ടാൽ മതി. പൊളി സംഭവം തന്നെയാണ്, ഒന്നും പറയാനില്ല. അപ്പോൾ ഈ വർഷം അടിച്ച് പൊളിക്കും.